ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് വളരെ വളരെ അധികം സന്തോഷത്തോടു കൂടിയാണ്. കാരണം എന്താണെന്ന് എന്റെ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. യെസ്, നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ എന്ന അവസാന ഘട്ടത്തിലേക്ക് മാറിയിരിക്കുകയാണ് ഗൈസ്. അപ്പൊ എന്റെ ഈ സന്തോഷത്തിന് കാരണമായത് എന്റെ സബ്സ്ക്രൈബേഴ്സായ നിങ്ങൾ ഓരോരുത്തരുടെയും സഹായത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് ഈ ഘട്ടത്തിലേക്ക് മാറിയിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും വളരെ നന്ദി. ഒരു ചാനൽ തുടങ്ങുന്നത് വളരെ എളുപ്പമാണ്, പക്ഷെ അതിനകത്ത് മോണിറ്റൈസേഷൻ എന്ന ക്രൈറ്റീരിയയിൽ എത്തിപ്പെടാൻ വളരെ വളരെ പാടാണ്. വളരെ ടാസ്കുള്ള ഒരു കാര്യമാണ് മോണിറ്റൈസേഷൻ എന്നത്. അത് എനിക്കും അതേപോലെ വളരെ ടാസ്ക് ആയിട്ടുള്ള കാര്യം തന്നെയായിരുന്നു. അപ്പോൾ ഒരു ലോങ് വീഡിയോയ്ക്ക് ആണെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സ് പ്ലസ് 4000 വാച്ച് അവർ ആണ് ഒരു ലോങ് വീഡിയോയ്ക്ക് വേണ്ടത്. പക്ഷെ ഇതേ സമയം ഷോർട്സിനാണെങ്കിലോ, ഷോർട്സിനകത്ത് 1000 സബ്സ്ക്രൈബേഴ്സ് പ്ലസ് ഷോർട്സിന് 10 മില്യൺ ഷോർട്ട് വ്യൂസും വേണം. ഇത് രണ്ടും കംപ്ലീറ്റ് ആയാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടും, മോണിറ്റൈസേഷൻ എന്ന ക്രൈറ്റീരിയ നമുക്ക് കടക്കാൻ പറ്റുകയുള്ളൂ. എൻ്റെ ചാനൽ തുടങ്ങിയത് കഴിഞ്ഞ ജൂൺ 2024 ചാനൽ തുടങ്ങി ഒരു 6 മന്ത് ആയപ്പോഴത്തേക്ക് എനിക്ക് ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയി. പക്ഷെ ഞാൻ ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് എൻ്റെ വിചാരം എന്ന് പറഞ്ഞാൽ വെറുതെ യൂട്യൂബിനകത്ത് ഓരോ വീഡിയോസ് ഇട്ടാൽ മതി, വീഡിയോസിനനുസരിച്ച് പൈസ കിട്ടും, 1000 സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാൽ പൈസ കിട്ടും, അങ്ങനെയൊക്കെയാണ് എൻ്റെ വിചാരം. പക്ഷെ ഞാൻ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് ഞാൻ ഒരുപാട് യൂട്യൂബേഴ്സിന്റെ വീഡിയോസ് എടുത്ത് കണ്ട സമയത്താണ് എനിക്ക് മനസ്സിലായി ഇത് അത്ര എളുപ്പമൊന്നുള്ള പണിയല്ലെന്ന്. ഇതിനകത്തെന്ന് പറഞ്ഞാൽ 1000 സബ്സ്ക്രൈബേഴ്സ് ആണ്, 4000 വാച്ച് അവർ എന്ന് പറഞ്ഞാൽ വളരെ പാട് നമുക്കത് കിട്ടാൻ തന്നെ. അത് വളരെ കഷ്ടപ്പെട്ടാണ് നമ്മൾ നേടിയെടുക്കുന്നത്. അങ്ങനെ ഇതെല്ലാം കണ്ടപ്പോൾ എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അതിനുശേഷം പിന്നെ വീഡിയോസ് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. എങ്ങനെ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടും, എങ്ങനെ നമുക്ക് ഏർണിങ്സ് കിട്ടും, എങ്ങനെ നമുക്ക് ഓരോന്ന് എടുക്കാം, വീഡിയോ എങ്ങനെ അപ്ലോഡ് ചെയ്യാം, അങ്ങനെ ഓരോരോ വീഡിയോസ് ഞാൻ എല്ലാ ദിവസവും ഇതൊന്ന് കാണുമായിരുന്നു. ഓരോരോ വീഡിയോസ് കാണുന്ന സമയം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിക്കുമായിരുന്നു, ഇനി എന്നാ നമുക്ക് ഇതേപോലെ നമുക്കൊരു മോണിറ്റൈസേഷൻ വീഡിയോ ചെയ്യുന്ന എന്നാ ഞാൻ ചോദിക്കുമ്പോൾ പറയാം, നീ ആദ്യം വീഡിയോ ചെയ്യ്, ഇന്നല്ലേ നാളെ നീ കഷ്ടപ്പെട്ടതിൻ്റെ പ്രതിഫലം നിനക്ക് കിട്ടുമെന്ന് എൻ്റെ അടുത്ത് പറയുമായിരുന്നു. അങ്ങനെ എന്തായാലും ആ ഒരു സപ്പോർട്ട്, നമ്മൾ ഒറ്റയ്ക്ക് ഒരു ചാനൽ തുടങ്ങിയാലും നമ്മുടെ പുറകിൽ ഒരാൾ നമുക്ക് സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ അത് വളരെ ഒരു നല്ല കാര്യമാണ്. നമുക്ക് അവരുടെ ആ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. നമ്മൾ ഒറ്റയ്ക്ക് തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ കൂടെ ഒരാൾ വേണം. സോ അതുകൊണ്ടൊക്കെ തന്നെയാണ് എനിക്ക് ഇന്ന് ഇവിടെ ഇരുന്ന് ഈ ഒരു വീഡിയോ ചെയ്യാനും ഈ മോണിറ്റൈസേഷൻ എന്ന ക്രൈറ്റീരിയ എത്തിപ്പെടാനും സാധിച്ചത്. ഇതിന് കാരണക്കാരായ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് മാത്രമായിരിക്കത്തില്ല നമ്മുടെ വീഡിയോസ് കാണുന്നത്. ഷോർട്സ് ആണെങ്കിലും ഒരുപാട് വേറെ ആൾക്കാർ വ്യൂവേഴ്സ് കാണുന്നുണ്ട്. ഇവരെല്ലാവർക്കും വളരെ വളരെ നന്ദി. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ, എന്നെപ്പോലെ ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിനോട് നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ ഭാഗം ക്ലിയർ ചെയ്തുകൊണ്ട് നിങ്ങളൊരു കറക്റ്റ് സമയം കണ്ടെത്തി എല്ലാ ദിവസവും നിങ്ങൾ വീഡിയോ ഇട്ട് പോവുക. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ കഷ്ടപ്പാടിന് എന്തായാലും ഒരു പ്രയോജനം നിങ്ങൾക്ക് കിട്ടിയിരിക്കും, ഒരു ഫലം നിങ്ങൾക്ക് ഉറപ്പാണ്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടി. ഞാൻ ഇത് എൻ്റെ അനുഭവമാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അപ്പം ഞാൻ ഇന്നിവിടെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എനിക്ക് മോണിറ്റൈസേഷൻ എന്ന പറയുന്ന ഈ ഒരു ക്രൈറ്റീരിയ എത്തിപ്പെടാൻ സാധിച്ച സബ്സ്ക്രൈബേഴ്സ്, അപ്പം നിങ്ങളുമായിട്ട് ഈ ഒരു സന്തോഷം ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോ ഇട്ടത്. അപ്പം ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് ഗൈസ്. എൻ്റെ ഈ സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എന്ന് കരുതി ഞാൻ ഒരു വീഡിയോ എടുത്തതാണ്. അപ്പം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇനി നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ഓക്കെ ബൈ.